റിപ്പോർട്ടർ ഇലക്ഷൻ ബ്രേക്കിംഗ്. തൃണമൂലിനെ ഘടകകക്ഷിയാക്കാമെന്ന് വാഗ്ദാനം ചെയ്തതായി സൂചന. ഇടപെട്ടത് സാമുദായിക നേതാക്കൾ. അഷ്കർ അലി കരിമ്പ ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. അഷ്കർ അലി കരിമ്പ, നമ്മളിപ്പോൾ ബ്രേക്ക് ചെയ്യുന്ന വാർത്ത എന്തുകൊണ്ട് പത്രസമ്മേളനം PV അൻവർ റദ്ദാക്കി എന്നതിന്റെ നേരിട്ടുള്ള ഉത്തരമാണ്. അസോസിയേറ്റ് ഘടകകക്ഷിയല്ല, നേരിട്ട് ഘടകകക്ഷിയാക്കാമെന്നൊരു ഉറപ്പ് വിശ്വസനീയ കേന്ദ്രങ്ങളിൽ നിന്ന് PV അൻവറിന് ലഭിച്ചിട്ടുണ്ടോ? അഷ്കർ അലി കരിമ്പ. അരുൺ, അൻവർ തന്നെ അനൗദ്യോഗികമായി പങ്കുവെക്കുന്ന വിവരം, അല്ലെങ്കിൽ അൻവർ ഒപ്പമുള്ളവർ പങ്കുവെക്കുന്ന വിവരം അസോസിയേറ്റ് ഘടകകക്ഷി എന്നതിനപ്പുറത്തേക്ക് അതിൽ നിന്ന് മാറി ഘടകകക്ഷി എന്നതിലേക്ക് ഇപ്പോൾ ചർച്ചകൾ പോയിട്ടുണ്ട്. അങ്ങനെ ഘടകകക്ഷി എന്നതിലേക്ക് ചർച്ചകൾ പോയ സാഹചര്യത്തിലും അത്തരം വാഗ്ദാനങ്ങൾ ലഭിച്ച സാഹചര്യത്തിൽ കൂടിയാണ് ഇപ്പോൾ ഇതിൽ നിന്നും, അഥവാ ഈ വാർത്താ സമ്മേളനത്തിൽ നിന്നും പിന്മാറുന്നത് എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നേരത്തെ ചർച്ച നടത്തിയിരുന്ന മധ്യസ്ഥർക്ക് പുറമെ ചില സാമുദായിക നേതാക്കൾ ഇടപെടൽ കൂടി ഇതിലുണ്ടായിട്ടുണ്ട് എന്നാണ്. അത് ആരാണെന്ന് വ്യക്തമാക്കാൻ അൻവറോ അല്ലെങ്കിൽ ഒപ്പമുള്ളവർ തയ്യാറായിട്ടില്ല. അത്തരത്തിലുള്ള ചില സാമുദായിക നേതാക്കളുടെ ഇടപെടൽ കൂടി നടന്നതിന് ശേഷമാണ് ഇപ്പോൾ PV അൻവറിന് അല്ലെങ്കിൽ തൃണമൂൽ കോൺഗ്രസിനെ ഘടകകക്ഷിയാക്കുന്ന തരത്തിലേക്ക്, ഇല്ലെങ്കിൽ നിലവുണ്ടായിരുന്ന സംഘർഷപരമായ സാഹചര്യം ഒഴിവാക്കുന്നതിലേക്കും സമവായത്തിലേക്കും വാതിൽ തുറന്നത് എന്നാണ് അറിയാൻ കഴിയുന്നത്. അതിനോടൊപ്പം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായി അൻവർ തന്നെ അനൗദ്യോഗികമായി നമ്മളോട് പങ്കുവെക്കുന്ന വിവരം, നിലവിലുണ്ടായിരുന്ന തൃണമൂൽ കോൺഗ്രസിനെ UDF ഘടകകക്ഷിയാക്കുന്നതിനോട് തന്നെ പല പ്രമുഖരും തൃണമൂൽ കോൺഗ്രസിന്റെ ഭാഗമാക്കാവുന്നുവെന്ന് ഉറപ്പ് നൽകിയിരുന്നു. അതിലൂടെ UDF വലിയ ശക്തിപ്പെടുത്തുന്നതിലേക്ക് സാഹചര്യമുണ്ടായിരുന്നു. S രാജേന്ദ്രൻ അടക്കമുള്ള LDF നിന്ന് ഭിന്നിച്ച് നിൽക്കുന്ന ആളുകളും നിലവിൽ LDF MLA-മാരായിട്ടുള്ള ചില ആളുകളും അടക്കം ഇത്തരത്തിൽ വാഗ്ദാനം നൽകിയിരുന്നു എന്നാണ് അൻവർ പറയുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ചർച്ചകൾ മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്തത്. പക്ഷേ നിലവിൽ മുന്നണി പ്രവേശനം പ്രതിസന്ധിയിലായതോടെ അതെല്ലാം തന്നെ പകുതി വഴിയിൽ വെച്ച് മുടങ്ങുന്ന സാഹചര്യമുണ്ടായി. ആ കാര്യത്തിലുള്ള വലിയ പ്രതിഷേധം UDF നേതൃത്വത്തിന് അറിയിക്കുകയും ചെയ്തു. അത്തരത്തിൽ വീണ്ടും ചർച്ചകൾ നടത്തിയ സാഹചര്യത്തിലാണ് വീണ്ടും ഈ മുന്നണി പ്രവേശനത്തിനോടൊപ്പം തന്നെ ഘടകകക്ഷി എന്നുള്ള പദവി, അഥവാ അസോസിയേറ്റ് ഘടകകക്ഷി എന്നതിന് പകരം ഘടകകക്ഷി എന്ന പദവിയിലേക്ക് തന്നെ ചർച്ചകൾ എത്തുന്ന സാഹചര്യം ഉണ്ടായത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് അല്പസമയം കൂടി നൽകണമെന്നുള്ള ആവശ്യം നേതാക്കൾ ആവശ്യപ്പെട്ടു. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്നൊരു ദിവസം കൂടി കാത്തിരിക്കാൻ തീരുമാനിച്ചത്. അതിനപ്പുറത്തേക്ക് ആര്യാട് ഷൗക്കത്തിനെതിരെയൊക്കെ വലിയ വിമർശനം നടത്താൻ വേണ്ടി നിശ്ചയിച്ചിരുന്ന വാർത്താ സമ്മേളനം തന്നെ റദ്ദു ചെയ്യുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിയതും ഈ സാമുദായിക നേതാക്കൾ അടക്കമുള്ളവരുടെ ഇടപെടലാണ് എന്നുള്ളതാണ്. ഇപ്പോൾ PV അൻവർ വീട്ടിൽ നിന്നും ചില അത്യാവശ്യ കൂടിക്കാഴ്ചയ്ക്ക് വേണ്ടി പോകുന്നു എന്ന് പറഞ്ഞ് വീട്ടിൽ നിന്ന് പുറത്തു പോവുകയും ചെയ്തു. അത് ചില സാമുദായിക നേതാക്കളുമായി ഇന്ന് തന്നെ കൂടിക്കാഴ്ച നടത്തുമെന്നുള്ളതാണ് അൻവർ ഒപ്പമുള്ളവർ തന്നെ നൽകുന്ന വിവരം. അങ്ങനെയെങ്കിൽ സാമുദായിക നേതാക്കളെ കൂടി കൂട്ടിപ്പിടിച്ചുകൊണ്ട് UDF മേൽ സമ്മർദ്ദം ചെലുത്തിക്കൊണ്ടുള്ള നീക്കം അൻവറും നടത്തിയെന്നാണ് നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിനോടൊപ്പം തന്നെ UDF ഒരു സാഹചര്യം, പ്രത്യേകിച്ച് PV അൻവർ മത്സരിക്കുകയാണെങ്കിൽ അത് തിരിച്ചടിയാകുമെന്നുള്ള വിലയിരുത്തൽ UDF നേതൃത്വം നേരത്തെ തന്നെ ഉണ്ടായിരുന്നു. നിലപാട് KPCC അധ്യക്ഷൻ എടുത്ത നിലപാട്, സംസ്ഥാന നേതൃത്വം എടുത്ത നിലപാട്, PV അൻവർ ആര്യാടൻ ഷൗക്കത്തിനെ കുറിച്ച് പറഞ്ഞത് പിൻവലിക്കാതെ, ആര്യാടൻ ഷൗക്കത്തിനെ പരസ്യമായി പിന്തുണയ്ക്കാതെ ഈ UDF ഘടകകക്ഷിയാക്കില്ല, അങ്ങനെ തീരുമാനം ഉണ്ടാവില്ല എന്നുള്ളതാണ്. അങ്ങനെ PV അൻവർ തീരുമാനമെടുത്താൽ ആര്യാടൻ ഷൗക്കത്തിനെ പിന്തുണയ്ക്കുന്നുവെന്ന് പരസ്യമായി പറയുകയും പറഞ്ഞ കാര്യങ്ങൾ പിൻവലിക്കുകയും ചെയ്താൽ ആ നിമിഷം തന്നെ ഘടകകക്ഷിയാക്കിയോ അസോസിയേറ്റ് കക്ഷിയാക്കി മാറ്റാമോ എന്നായിരുന്നു തീരുമാനം. പക്ഷേ ഇപ്പോഴും PV അൻവർ ആര്യാടൻ ഷൗക്കത്തിനെതിരെ പറഞ്ഞ കാര്യങ്ങൾ പിൻവലിച്ചിട്ടില്ല. ഇന്നലെ രാത്രി നമ്മൾ പറയുന്ന സമയത്തും അത് താൻ പറഞ്ഞത് തന്നെയാണ് എന്ന നിലപാടിലാണ് PV അൻവർ നിൽക്കുന്നത്. അരുൺ, ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ഇത് UDF-ന്റെയും തൃണമൂലിന്റെയും അഭിമാന പ്രശ്നമായിട്ടാണ് ഏറ്റവും അവസാനം ഈ വിഷയം ഉരുത്തിരിഞ്ഞു വന്നിരിക്കുന്നത്. അഥവാ ഒന്നുകിൽ PV അൻവർ ആര്യാടൻ ഷൗക്കത്തിനെതിരെ പറഞ്ഞത് തിരുത്തി ആര്യാടൻ ഷൗക്കത്തിന് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ച് UDF-ന്റെ ഭാഗമാകാൻ തയ്യാറാകണം. അങ്ങനെയെങ്കിൽ UDF അസോസിയേറ്റ് ഘടകകക്ഷിയാക്കി പ്രഖ്യാപിക്കാമെന്നുള്ളതാണ് UDF എടുത്തിരുന്ന നിലപാട്. എന്നാൽ അതേസമയം തന്നെ തൃണമൂൽ കോൺഗ്രസും അൻവറും എടുത്തിരിക്കുന്ന നിലപാട് ആദ്യം അസോസിയേറ്റ് ഘടകകക്ഷിയല്ല, പൂർണ്ണ തോതിലുള്ള ഒരു ഘടകകക്ഷിയെ UDF പ്രഖ്യാപിക്കട്ടെ. അങ്ങനെ പ്രഖ്യാപിക്കുകയാണെങ്കിൽ ആര്യാടൻ ഷൗക്കത്തിനെ പിന്തുണയ്ക്കാനും ആര്യാടൻ ഷൗക്കത്തിനെതിരെ പറഞ്ഞത് തിരുത്താനും തയ്യാറാണെന്ന് അൻവർ നിലപാടെടുത്തു. അപ്പോൾ അതിൽ ആദ്യം ആര് ഏത് നിലപാട് പ്രഖ്യാപിക്കുമെന്നുള്ളതിന്റെ പേരിലായിരുന്നു ഇത്രയും ദിവസം ഈ പ്രശ്നം മൂർച്ഛിക്കുന്നതിലേക്ക് വഴിവെച്ചത്. അതിലിപ്പോൾ സമവായമായി നേതാക്കൾ ശ്രമിക്കുന്ന ഒരു കാര്യം, ഒരു സംയുക്ത വാർത്താ സമ്മേളനം അടക്കം ഒരു സംയുക്ത നീക്കം നടത്തി രണ്ടുപേരുടെയും അഭിമാനത്തിന് ക്ഷതമേൽക്കാത്ത രീതിയിൽ, അല്ലെങ്കിൽ രണ്ടുപേരും ഏതെങ്കിലും തരത്തിൽ കീഴടങ്ങി എന്നുള്ള രീതിയിൽ വാർത്തകൾ വരാത്ത രീതിയിൽ തന്നെ അതിന് രമ്യമായ പരിഹാരം കാണാനുള്ള ഒരു നീക്കം നടത്തുന്നുണ്ട് എന്നുള്ള വിവരം അറിയുന്നു. അങ്ങനെയെങ്കിലും ഒരു പക്ഷേ സംയുക്ത വാർത്താ സമ്മേളനം ഇല്ലെങ്കിൽ സംയുക്ത പ്രസ് റിലീസ് അടക്കം രണ്ടുപേർക്കും കോട്ടം തട്ടാത്ത രീതിയിൽ ഒരുപക്ഷെ ഒരു തീരുമാനത്തിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് കൂടിയാണ് എന്തായാലും. പക്ഷേ അപ്പോഴും അൻവർ പറയുന്ന ഒരു കാര്യം, അസോസിയേറ്റ് ഘടകകക്ഷി എന്നുള്ള നേരത്തെ അൻവർ UDF നൽകിയിരുന്ന വാഗ്ദാനം ഒരിക്കലും അംഗീകരിക്കില്ല എന്ന് അൻവർ തറപ്പിച്ചു പറഞ്ഞു. അതിനോടുകൂടി തന്നെയാണ് ഇപ്പോൾ നടത്തിയ മധ്യസ്ഥ ശ്രമത്തിൽ ഘടകകക്ഷി എന്നുള്ള രീതിയിലേക്ക് ചർച്ചകൾ പോകുന്നതും. അങ്ങനെ പ്രഖ്യാപനം വരികയാണെങ്കിൽ ഒരുപക്ഷെ അൻവർ വഴങ്ങാനുള്ള സാധ്യതയും അതിന് മുന്നോടിയായിട്ട് കൂടിയാണ് ഇപ്പോൾ ഇന്നത്തെ വാർത്താ സമ്മേളനം റദ്ദാക്കിയതും.